നിങ്ങൾ ഞാനിപ്പോ ജമിയത്തിന് കൊടുത്ത കത്ത് വായിച്ചിട്ടുണ്ടാകും. അതിന് ഒന്നാമത്തെ മറുപടി അത് ലഈഫാണ്, സ്വഹീഹല്ല, അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. അത് വ്യക്തമായി ഞാൻ അവിടെ വെച്ചും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞാലും വിടൂല, എന്നിട്ട് ന്യായീകരിച്ചു എന്നാ പറയണത്. വാസ്തവത്തിൽ ഇവിടെ മുൻകാല സലഫി പണ്ഡിതന്മാരൊക്കെ ഈ ഹദീസിനെ പറ്റി എന്ത് പറഞ്ഞു? ചില ആളുകൾ പറയാണ് അതിന് ജബ്ബാർ മൗലവി ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല പറഞ്ഞാണല്ലോ. അദ്ദേഹത്തോട് ചോദിച്ചാണ്, മൗലവി നിങ്ങൾ എന്തിനാ ഒരു ലൈഫായ ഹദീസും കൊണ്ട് നടക്കണേ, നിങ്ങൾക്ക് അതൊന്നും വിട്ടൂടെ? അപ്പൊ അദ്ദേഹം ഞാൻ ലൈഫായ ഹദീസ് പറഞ്ഞിട്ടില്ലല്ലോ കുട്ടിയെ, ഞാനൊരു തത്വം പറഞ്ഞല്ലേ. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലുള്ളൊരു തത്വമാണ് ആ പറഞ്ഞത്. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമി, വിജനം എന്ന് പറഞ്ഞാൽ ആരും ഉണ്ടാവൂല, ജനമില്ലാത്തതാണ് അർത്ഥം. അങ്ങനെ പോവുകയാണ്. അപ്പൊ ആരെയും കാണില്ല. അപ്പൊ അയാള് മരുഭൂമിയാണ്, നോക്കിയാൽ കാണുമല്ലോ, മനുഷ്യന്മാരാരുമില്ല. അപ്പൊ അയാൾ ഉറക്ക വിളിച്ചു പറഞ്ഞു, അള്ളാഹിന്റെ അടിമകളേ. അപ്പൊ അയാളെ മനസ്സിൽ പ്രാർത്ഥനാഭാവം ഉണ്ടാവുമോ? ഉണ്ടാവൂല. ഇവിടെ എവിടെയോ എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കിനോ ജിന്നിനെയോ അള്ള നിയോഗിച്ചിട്ടുണ്ട്. മലക്ക ജിന്നാന്നല്ലേ എന്താ തെളിവ്? ആ ഹദീത്തിന് വ്യാഖ്യാനം പറഞ്ഞോലൊക്കെ അത് പറഞ്ഞു. കാരണം ഹദീത്തിൽ എന്താ അറിയോ, ഇബാദൻ ലാ നറാഹും, നമ്മൾ കാണാത്ത അടിമകൾ. നമ്മളെ കണ്ണോട് കാണാത്ത അടിമകൾ ആരാ? മനുഷ്യന്മാരാ. ഒന്നുകിൽ മലക്ക് അല്ലെങ്കിൽ ജിന്ന്. പിന്നെ ഹാദിർ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഹദീത്തിന്റെ ചില റിവായത്തുകൾ അങ്ങനെ വന്നിട്ടുണ്ട്, ഈ പ്രദേശത്ത് ഹാദിറായിട്ടുണ്ട്. അപ്പൊ അവിടെ വിളിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എന്തേ ഉള്ളൂ, എന്റെ ഒച്ച കേൾക്കുന്ന ഈ പരിധിയിൽപ്പെടെ എവിടെയോ അള്ള ഏൽപ്പിച്ചിട്ടുണ്ട്. അവരോട് ഞാൻ പോയി പറയണത്, വർത്താനം പറഞ്ഞ. അപ്പൊ മനസ്സിലൊരു പ്രാർത്ഥനയെ വരൂല. അതാണ് ഇമാം അഹമ്മദ് ചെയ്തത്. അതാണ് ഇമാം നവവി പറഞ്ഞത്, എന്റെ ഉസ്താദുമാർ ചെയ്തിട്ടുണ്ട്, എന്റെ വാഹന മൃഗം പോയപ്പോ ഞാനും ചെയ്തിട്ടുണ്ട്. അത് ശിർക്കായ വിളിയല്ല, അത് പ്രാർത്ഥനയല്ല. ഈ പ്രാർത്ഥന അല്ലാത്ത പലതും നമ്മൾ ജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ? നിങ്ങൾ നോക്ക്, കൊട്ടപ്പുറത്ത് തോന്നിയ ആയത്തേതാ? നിനക്ക് മുമ്പ് നാം അയച്ച റസൂലുകളോട് ചോദിക്കുക. എന്തിനാ തോന്നിയത്? മരിച്ചുപോയ നബിമാരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ. എന്നിട്ട് അവര് പറഞ്ഞു, മരിച്ചുപോയ നബിമാരോട് ചോദിച്ചാൽ ശിർക്കാണെന്നാണ് വഹാബി പറയുന്നത്. എന്നാൽ ഇതാ ചോദിക്കണമെന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുകയും ചെയ്തു മരിച്ചുപോയ കഴിഞ്ഞകാല അമ്പിയാക്കന്മാരോട്. അപ്പൊ റസൂൽ ശിർക്ക് ചെയ്തോ വഹാബി? നമുക്കെന്താ മറുപടി? നമ്മളതിന് മറുപടി കൊടുത്തു, അത് പ്രാർത്ഥനയല്ല ഖുബൂരി, അത് പ്രാർത്ഥനയല്ല. കാരണം അത് പൂർവകാല പ്രവാചകന്മാരെ അള്ളാഹു റസൂലിന്റെ മുമ്പിൽ ഹാജരാക്കി, അവിടെ ഹാജരാക്കി കൊടുത്തു. അപ്പൊ നേർക്ക് നേരെ കണ്ടപ്പോ ചോദിച്ച ചോദ്യാണ്. കൊട്ടപ്പുറത്ത് ചെറിയ മുണ്ട് എത്രയും കൂടി പറഞ്ഞു എന്നാ എന്റെ ഓർമ്മ. മുസ്ലിയാരെ, നിങ്ങൾക്കൊരു മീറാജിന് ഓഫർ കിട്ടിയാൽ, നിങ്ങൾ അവിടെ വെച്ച് ഇബ്രാഹിം നബിൻ ഇസ്മായിൽ നബിനൊക്കെ കണ്ടാൽ, മുഖാമുഖം കാണുമ്പോ എന്തെങ്കിലും ചോദിച്ചാൽ അത് നമ്മളെ തർക്ക വിഷയമല്ല. അപ്പൊ പ്രാർത്ഥന ആകാത്തത് എന്തുകൊണ്ട്? ഇതാണ് ജബ്ബാർ മൗലവി ഇവിടെ വിശദീകരിക്കുന്നത്. ഇതാർക്ക് മറുപടിയാ? ഇത് അമ്പലക്കടവിന് മറുപടിയാണ്. എല്ലാ സലഫി പണ്ഡിതന്മാരും ഖുറാഫികൾക്ക് മറുപടി പറയുന്നിടത്താണ് ഈ ഹദീസ് പറഞ്ഞിട്ടുള്ളത്. അതായത് ജിന്ന് ചെയ്ത്താൻ വിഷയം വന്നപ്പോ അമ്പലക്കടവ് പൈസ ചാടിക്കൊത്തി, നിങ്ങളെ തൗഹീദ് പൊളിഞ്ഞില്ലേ, ജിന്നും മലക്കും അഭൗതിക ജീവികളല്ലേ, അവർ അഭൗതിക വിശ്വസിച്ചാൽ അത് ശിർക്കല്ലേ, അപ്പൊ നിങ്ങളെ തൗഹീദ് പൊളിഞ്ഞില്ലേ? അപ്പൊ മറുപടി കൊടുത്തു, അഭൗതിക ജീവി എന്നൊന്നില്ല. അഭൗതിക കഴിവ് എന്ന് പറഞ്ഞ അള്ളാന്റെ മാത്രം കഴിവാണ്, മറ്റുള്ള കഴിവൊന്നും അഭൗതികമല്ല. മലക്കിന്റെ കഴിവും ജിന്നിന്റെ കഴിവും അഭൗതികമല്ല. മനുഷ്യർക്കില്ലാത്ത പല കഴിവും മലക്കുകൾക്കുണ്ടാകും, ജിന്നുകൾക്കുണ്ടാകും. പക്ഷെ അതിനെക്കുറിച്ച് അഭൗതികമെന്ന് പറഞ്ഞുകൂടാ. അഭൗതികം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവാണ്. അങ്ങനെ വിശദീകരിച്ച് മറുപടി കൊടുത്തപ്പോ അതിനൊരു ഉദാഹരണം പറഞ്ഞു കൊടുത്തതാണ്. ഒച്ച കേൾക്കുന്ന ദൂരത്തുണ്ട് എന്ന് വിചാരിച്ചിട്ട് വിളിച്ചാൽ അവിടെ പ്രാർത്ഥന വരൂല. പ്രാർത്ഥന വരുള്ളെങ്കിൽ പിന്നെ തർക്കത്തിലുള്ള ഇസ്തിഹാസ ഉണ്ടോ എന്നാണ് വാസ്തവത്തിൽ അവിടെ ചോദിച്ചത്. ഈ ചോദ്യം മണ്ണാർക്കാട് ചോദിച്ചു. മണ്ണാർക്കാട് 2004 നടന്ന വാദപ്രതിവാദത്തിൽ ചോദിച്ചു സഖാഫിമാര്. അതിന് ഞാനന്ന് കൊടുത്ത മറുപടി ആദ്യമായിട്ട് നിങ്ങളൊന്ന് കേട്ടോളി. ആദ്യം കേൾപ്പിക്കുന്ന ക്ലിപ്പ് അതാണ്. ഞങ്ങളുടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇവിടെ 19 കൊല്ലമായി നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ നാട്ടിലെ മുസ്ലിമീങ്ങളെ ബഹുദൈവ വിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദൈവ വിശ്വാസികളായ മുസ്ലിം സമുദായത്തിൽ ശിർക്ക് ബഹുദൈവ വിശ്വാസം പ്രചരിപ്പിച്ച് നേരത്തെയും മുറൂസും മൗലിദും നടത്തി ഒരുപാട് ശിർക്ക് പ്രചരിപ്പിക്കുന്നു. അതിന് തെളിവുണ്ടാക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിങ്ങളോട് ഈ വക ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോഴും മൂപ്പർക്ക് റസൂലുള്ളാഹിന്റെ അസാന്നിധ്യത്തിൽ വെച്ച് സാധിച്ചത് പറയാൻ കഴിഞ്ഞിട്ടില്ല. പഴയത് ആവർത്തിച്ച് റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നിട്ട് ഒരു കണ്ണുപൊട്ടൻ പറയാണ്, യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക,
മുമ്പിൽ നിൽക്കുന്ന നബിയോട് പറയാണ്, മുഹമ്മദ് നബിയെ നിങ്ങളെ കൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് മുന്നിടുന്നു, പ്രാർത്ഥിക്കാൻ നബിയോട് ആവശ്യപ്പെടുന്നു. നബി പ്രാർത്ഥിക്കുന്നു. അത് തർക്കമുള്ള വിഷയമല്ല, അത് തവസ്സുലാണ്. തവസ്സുലല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. വ്യവസ്ഥ ഒന്ന് വായിച്ചു നോക്കണം. വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട്, വ്യവസ്ഥയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രാർത്ഥനയുടെ പര്യായമായ സഹായം തേട്ടം, അല്ലാതെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന തവസ്സുല. അവിടെ ഹദീസുള്ളതിലുള്ളത് യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക, മുന്നിലുള്ള നബിയോട് പറയുകയാണ്, നബിയെ നിങ്ങളെ കൊണ്ട് ഞാൻ മുന്നിടുന്നു. അപ്പൊ മുന്നിലുള്ള റസൂലുള്ളാഹിനോട് പറഞ്ഞല്ല, അസാന്നിധ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞത്. അതാണ് ഇവിടെ തെളിയിക്കേണ്ടത്. പിന്നെ യാ ഇബാദല്ലാഹി അഗീസൂനി എന്ന് കൽപ്പനയുണ്ട് എന്നാ. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ, നമ്മൾ രണ്ടാമത്തെ പ്രമാണം എഴുതുമ്പോൾ സഹീഹായ ഹദീസ് എന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. അതെന്തിനാരിയോ? ഇതുപോലുള്ള ദുർബല ഹദീസുകൾ നിങ്ങൾ ഇവിടെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ്. ദുർബലമാണ് ഹദീസ്. അതിന്റെ ദുർബലത ഹദീസ് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണം. അത് ഏതെങ്കിലും പ്രത്യേക ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല, തർക്കത്തിലുള്ള ഇസ്തിഗാസയല്ല. ഒരു വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മളെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ വിളിച്ചു പറയുന്നതാണ് ഇബാദല്ലാഹി ഗീസൂനി എന്ന്. വിളിച്ചു പറയുന്ന ദൂരത്ത് മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ, അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള അദൃശ്യ ശക്തികളായ മലക്കുകളോ മുസ്ലിം ജിന്നുകളോ സഹായിക്കട്ടെ എന്നതാണ്. അതാണ് ഇവിടെ യഥാർത്ഥ തർക്കത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. നേരെ മറിച്ച് ആ സന്ദർഭത്തിൽ നിങ്ങൾ വൈദ്യുതിയെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണെങ്കിലോ അത് ശിർക്കാണ്. അത് നിങ്ങളെ തെളിവ് കൊണ്ടുവരേണ്ടത്. ഇത് ദുർബലമായ ഹദീസാണ്, സഹിഹായ ഹദീസാണ് തെളിവ് ഉദ്ധരിക്കേണ്ടത്. സഹി ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തെളിവില്ല, തർക്കത്തിരിക്കുന്ന വിഷയത്തിന് അതിൽ തെളിവില്ല. കണ്ടോ, 2004 നടന്നതാണ്. സഹോദരൻ ഹനീഫ് അവിടെ ഉണ്ട്, മജീദ് സലാഹി അവിടെ ഉണ്ട്, അംസവാഖവി അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾ കടന്നുപോയി. ആരെങ്കിലും പറഞ്ഞാൽ മറുപടി ശരിയായില്ല. അവിടെ ജിന്നും മലക്കൊക്കെ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഇടവണ്ണയിൽ വെച്ചൊരു ചോദ്യം ചോദിപ്പിച്ചൊരു കുട്ടിനെ കൊണ്ട് മണ്ണാർക്കാട് വെച്ച് പറഞ്ഞല്ലോ, അന്ന് എന്തേ നിങ്ങൾ എതിർത്തില്ല? എന്നെ അനസ്മോലിന്റെ മറുപടി എന്താ അറിയോ? ഇപ്പൊ നിലവാരം നോക്കണം നിങ്ങള്. അന്ന് എന്തേ പറഞ്ഞത്? ഹദീസ് ലഈഫാണ്, പിന്നെ നമ്മൾ തമ്മിൽ തർക്കത്തുള്ള ഇസ്തിഗാസ ഇല്ല. അതെന്താ? മരിച്ചവരോട് പ്രാർത്ഥിക്കല്. മരിച്ചോലാണെന്നതിന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഒഴിവാക. ഇത് അവിടെ മലക്കുകളും ജിന്നിയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ മലക്കുകളോ ജിന്നുകളോ ഉണ്ടെങ്കിൽ അവരെന്റെ ഒച്ച കേട്ടിട്ട് സഹായിക്കട്ടെ എന്നാണ് ഉദ്ദേശം. ഈ പറഞ്ഞ അനീഫ് കായക്കൊടി പറഞ്ഞോ അത് ശിർക്കാണ്. ഹംസവാഖവി പറഞ്ഞോ. സംവാദം കഴിഞ്ഞിട്ട് വളരെ സന്തോഷത്തിലല്ലേ പിരിഞ്ഞത്. എത്ര സ്ഥലങ്ങളിൽ അതിനുശേഷം ഞാൻ എന്നെ സംവാദത്തിന് അയച്ചു. സംഘടന ഒസങ്കടിയിൽ എന്നെ സംവാദത്തിന് അയച്ചില്ലേ? ഇടമുട്ടത്ത് അയച്ചില്ലേ? ഞാൻ ശിർക്കൻ വാദം പ്രചരിപ്പിക്കുന്ന ആളാണെങ്കിൽ എന്നെ പറഞ്ഞേക്കാൻ പാടുണ്ടോ? എത്ര KJU മീറ്റിങ്ങുകളിൽ ഈ മണ്ണാർക്കാട് സംവാദം ചർച്ച വന്നു. പ്രശംസ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ആരും തിരുത്താൻ പറഞ്ഞിട്ടില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം പണ്ടേ പറഞ്ഞു പോരുന്നാണത്, നമ്മളായിട്ട് പുതിയത് ഉണ്ടാക്കിയതല്ല. ഈ വിളിയിൽ ശിർക്കില്ല എന്ന് അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞതോ സക്കരിയ സലാഹി പറഞ്ഞതോ അല്ല, ഹദീസ് പണ്ഡിതന്മാര് പറഞ്ഞതാണ്. 1200 കൊല്ലമായി ഹദീസ് നമ്മളെ മുമ്പിലുണ്ട്. മുസന്നഫ് ഇബ്നു അബീ ശൈബയിലുണ്ട്. ഇബ്നു അബീ ശൈബ ബുഖാരിന്റെ ഉസ്താദാ. അപ്പൊ 1200 കൊല്ലായി. തൊബറാനിയുടെ മുഅ്ജമിലുണ്ട്. അത് വഖദ് ജുർരിബ, ഞാനത് പരിശോധിച്ചു ഫലം കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. കിതാബുൽ ആദാബിൽ ബൈഹഖി പറഞ്ഞു, മുസ്തഅമലുൻ ഇൻദ സാലിഹീന മിൻ അഹ്ലിൽ ഇൽമി, പണ്ഡിതന്മാരായ സാലിഹീങ്ങളുടെ അടുക്കൽ ഇത് ഉപയോഗിച്ചു വരുന്നതാണ്. അപ്പൊ ആദ്യ നൂറ്റാണ്ടുകളിലെ മുസ്ലിമീങ്ങള് അതിൽ ശിർക്ക് കണ്ടിട്ടില്ല, ആ വിളിയിൽ ശിർക്ക് കണ്ടിട്ടില്ല. എന്നിട്ട് ഇപ്പൊ അവർ തീരുമാനിച്ചിരിക്കുകയാണ് 2012 അബ്ദുസ്സലാം സുല്ലമിയിൽ നിന്നും കടമെടുത്ത തൗഹീദ് അതിവിടെ പറയാണ്. ഇത് അനസ് മൗലവി കുമ്പസരിച്ചാ തീരുന്ന പ്രശ്നമല്ല. ഈ പ്രസ്ഥാനം നാളിതുവരെ പുലർത്തിപ്പോന്ന ആദർശം തെറ്റിന്നാ പറയുന്നത്. നമ്മൾ 2012 വരെ ശിർക്കിലായിരുന്നു. അത് ശിർക്കല്ല എന്ന് പറഞ്ഞാൽ ശിർക്കിലായി എന്നാണ്. അതിപ്പോ നമ്മളൊക്കെ ആയത്. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനം ഇതുവരെ ശിർക്കിലാന്നല്ലേ പറഞ്ഞത്? എന്താണ് ഈ പറയുന്നത്? എങ്ങനെ നമുക്ക് ജനങ്ങളോട് ഇത് പറയാൻ കഴിയും? അതാണ് ഞങ്ങളുടെ പ്രശ്നം. ഞാൻ എഴുതി കൊടുത്തതിൽ ഞാൻ എഴുതിയിട്ടുണ്ടത്, നിങ്ങൾ ഇവിടുന്ന് വാങ്ങണം എന്റെ 2 കത്തും. മൂവാറ്റുപുഴയിൽ വെച്ച് നമുക്ക് സംഭവിച്ചത് എന്താ? ഹനീഫ് കായക്കൊടിയുടെ വാഗ്ചാതുര്യം കൊണ്ട് പിടിച്ചു നിന്നിട്ടില്ല നമ്മൾ പറയുന്നില്ല. ആയത്തോതിയിട്ടുണ്ട് നമ്മള്. അല്ലാഹുവില്ലാത്തൊരു പ്രാർത്ഥന ശിർക്കാന്തലിക്ക് ആയത്തോതിയിട്ടുണ്ട്. പക്ഷേ ഇമാം നബവി ഇത് പ്രവർത്തിച്ചത് അത് ശിർക്കാണെന്ന് സമ്മതിക്കേണ്ടി വന്നില്ലേ? അതാണ് പ്രശ്നം. ആ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ നമുക്കിവിടെ പ്രശ്നമായി തോന്നുന്നത്. അതൊരിക്കലും തന്നെ നമ്മുടെ തൗഹീദുമായി ബന്ധപ്പെട്ടതല്ല. എന്നിട്ട് അബ്ദുൽ ജബ്ബാർ മൗലവിയെ ശിർക്കിന്റെ ആളാക്കി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അബ്ദുൽ ജബ്ബാർ മൗലവിയെ
ശിർക്കൻ ആളായി ചിത്രീകരിച്ച മൂവാറ്റുപുഴ. നിങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ പറയില്ല എന്നല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആദർശം വളരെ കൃത്യമായി പറഞ്ഞു. അത് പറഞ്ഞു ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾക്ക് തിരിഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് തിരിഞ്ഞെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞത് നിങ്ങൾ തിരിയാതാക്കുകയാണ്. ഇത് നിങ്ങളുടെ സെൻസിങ്. ഈ സെൻസിങ് ഏതാണ്? സെൻസിങ് എന്ന് ഓർമ്മയുണ്ടോ? ഈ സെൻസിങ്ങിന്റെ പ്രത്യേകത നമ്മളുടെ ഈ കുന്നത്തേരി സംവാദത്തെക്കുറിച്ച് റിപ്പോർട്ട് വന്ന സെൻസിങ് ആണ്. ഈ സെൻസിങ് 24 ഫെബ്രുവരി 2009 ഈ സെൻസിങ്ങിൽ എഴുതുകയാണ്, ഹനീഫ് കായ് ജിന്നിനെ വിളിച്ച് സഹായം തേടാൻ പറ്റില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ ഹനീഫ മൗലവി ജിന്ന് സ്പെഷ്യലിസ്റ്റുകളായ ജബ്ബാർ കോക്കസിനെ ഒന്നടങ്കം മുശിരിക്കാക്കി എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു. ഈ ജിന്നിനോട് തേടൽ ശിർക്കാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളെ ദേവി. പക്ഷേ ഇപ്പോ അത് നിങ്ങളോട് മറന്നുപോയി. ഞങ്ങൾ അവിടെ പറഞ്ഞത് തക്ബീർ തൊഴിലാളികൾ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുക. ഞങ്ങൾ പറയുന്നു ഈ ഇസ്ലാഹ് മാസികയിൽ വന്നത് അത് ശിർക്കാണ്, അത് ശിർക്കാണെന്ന് ഞങ്ങൾ എഴുതി. ഇനി അയാൾ മുശ്രിക്കാണോ ഇയാൾ മുശ്രിക്കാണോ, അങ്ങനെ ആളെ മുശ്രിക്കാക്കലല്ല ഞങ്ങളുടെ പണി. കണ്ടോ? അപ്പൊ ജബ്ബാർ മൗലവിയുടെ എഴുതിയ ശിർക്കാൻ നിങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അസനി ചോദിക്കാണ്, എന്നിട്ട് ആ ശിർക്കൻ ആളെയും കൂട്ടിയിട്ട് ഞങ്ങൾ തലശ്ശേരി ഞങ്ങളോട് സംവാദത്തിന് വന്നത് പോയില്ലേ? ജബ്ബാർ മൗലവി ശിർക്ക് പ്രചാരകനായിട്ടുണ്ടെങ്കിൽ അയാളെ കൂട്ടിക്കിട്ടാണോ നിങ്ങൾ തലശ്ശേരിയിൽ ഞങ്ങളോട് സംവാദത്തിന് വന്നത് എന്നാ ചോദിക്കുന്നത്. വാസ്തവത്തിൽ എന്താ അവിടെ സംഭവിച്ചത്? അതിൽ ശിർക്കുണ്ട് എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ? ഈ ഹദീസിനെ കുറിച്ച് ചർച്ച ചെയ്ത പണ്ഡിതന്മാർ പറഞ്ഞ ആ തത്വം തന്നെ അതിലുള്ളത്. എന്താ തത്വം? ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആളെ കാണുന്നില്ല, ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ളവർ കേൾക്കട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുമോ? പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ എന്തെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിട്ടും ജിന്നിനോടോ മലക്കിനോടോ ഒരു സഹായവും തേടിയിട്ടില്ല. ബദറിലും മുഹദിലും ഖൈബറിലും ഖന്തക്കിലും. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു അത് ഹറാമാണ്, ബിദ്അത്താണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ അന്ന് അവർ ചെയ്തത്, ഇമാം അഹമ്മദ് അദ്ദേഹം ഹജ്ജിന് പോകുമ്പോ വഴിതെറ്റിയ സന്ദർഭത്തിൽ അദ്ദേഹം മരുഭൂമിയല്ലേ, യാ ഇബാദല്ലാഹ് ദുല്ലൂനി അല തരീഖ്, അള്ളാഹുവിന്റെ അടിമകളെ എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം വഴിയിൽ ചെന്ന് ചേർന്നു. ഇപ്പൊ അവര് പറഞ്ഞെന്താ അറിയോ? അത് മനുഷ്യന്മാരെ ഉദ്ദേശിച്ചാണ്. അതീത് തന്നെ പറഞ്ഞവിടെ മനുഷ്യന്മാരില്ലാന്നാ. ലൈസ ബിഹ അനീസ്, ഒരു മനുഷ്യനുമില്ല. അതുകൊണ്ടാ വിജനം എന്ന് പറഞ്ഞതും. പിന്നെ എങ്ങനെ മനുഷ്യരെ ഉദ്ദേശിക്കുക? ഞാൻ ചോദിക്കട്ടെ, ആളില്ലാത്ത സ്ഥലത്തുനിന്ന് മനുഷ്യരെ വിളിച്ചിട്ട് ഇങ്ങനെ യാ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞു, എന്നാ യാ യുവന്നാസ് എന്ന് വിളിച്ചാ മനുഷ്യരെ. പിന്നെ സെലഫിന്റെ മണ്ടിയേരിയോന്നുണ്ടല്ലോ, അതിന് അറബിണ്ട്, ഫിറു ഇലയ്യാ എന്ന് പറഞ്ഞാ പോരെ. എന്നാ യാ ഇബാദല്ലാഹ് എന്ന് വിളിക്കണേ മനുഷ്യരെ. ഇനി അങ്ങനെയാണ് നോക്കുക. മനുഷ്യരാണെങ്കിൽ അത് ഇത്ര പറയാണ്ടോ? അപ്പൊ നബി പറയണോ? ഒരാൾ കിണറ്റിൽ വീണിട്ട് വണ്ടിയേരിയോ നന്ദി, ആരും കാണാനല്ല, പിന്നെയും പറഞ്ഞു വണ്ടിയേരിയോ, ഓടി വരണേ എന്നാ അതിന്റെ അർത്ഥം. അത് പറയുമ്പോ സെലഫി തനി മലപ്പുറക്കാരനാവും. അങ്ങനെയാ? അങ്ങനെ വണ്ടിയേരിയോ എന്ന് പറഞ്ഞിട്ട് ആരോ വന്നിട്ട് ഇയാളെ പിടിച്ച് കയറ്റി. എന്താണ് അയാൾ അത് എല്ലാവരോടും പറയും, ഇതൊരു ചരിത്ര സംഭവമാണ്, ഇത് രേഖപ്പെടുത്തണം, അടുത്ത തലമുറകൾക്ക് ഇത് പഠിപ്പിക്കണം. എല്ലാവരും പിന്നെ കിതാബിലത് എഴുതുമോ? മനുഷ്യനാണ്. അതിത്ര പറയാണ്ടോ മനുഷ്യനാണെങ്കിലോ? അപ്പൊ മനുഷ്യ മാത്രല്ല, ഹദീസിലുള്ള എന്താ ഇബാദൻ ലാ നറാഹുന്ന, നമ്മൾ കാണാത്ത അടിമകൾ എന്നാ പറയുന്നത്. പിന്നെ മരിച്ചവർ എന്ന് നമ്മള് മരിച്ചവരാണെന്ന് പറയാൻ പറ്റൂല എന്ന് മുസ്ലിയാക്കന്മാർക്ക് മറുപടി കൊടുത്തെന്തുകൊണ്ടാ? ആ ഹദീസ് കൈകാര്യം ചെയ്തവരൊക്കെ പറഞ്ഞു. അതുപോലെ ഈ ഹദീസ് കൈകാര്യം ചെയ്തവരൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതിയാണത്. സുഹൃത്തുക്കളെ, ഞാനത് നിങ്ങൾക്കൊന്ന് ഓർമ്മപ്പെടുത്തി തരാം. ഇമാം അബ്ദുൽ അസീസ് മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ റിസാലത്തുദ്ദീനിയ ഫീ മഅനൽ ഇലാഹിയ ഇബ്നു ബാസിന്റെ മുഖവരിയോടെ ഇറങ്ങിയതാണ്. അതിൽ അദ്ദേഹം പറഞ്ഞെന്താ? ലാ ദലീല ഫീഹി ലിദുആഇ അസ്ഹാബിൽ ഖുബൂർ, ഖുബൂരികളുടെ പ്രാർത്ഥനയ്ക്ക് അതിൽ തെളിവില്ല. ഇന്നമാ ഗായതുഹു അന്നല്ലാഹു അസ്സ വജല്ല ജഅല മിൻ ഇബാദിഹി മൻ ലാ യഅലമുഹും ഇല്ലാ ഹുവ. കണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ചില അടിമകളെ ഏർപ്പെടുത്തി എന്ന് മാത്രമേ അതിൽ നിന്ന് കിട്ടുകയുള്ളൂ. അപ്പൊ അള്ളാഹുവിന്റെ അടിമകളായ മലക്കുകളെ ജിന്നുകളെ അള്ളാഹുടെ ഏർപ്പെടുത്തിയേ കിട്ടുള്ളൂ. അബ്ദുൽ ലത്തീഫ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഹസൻ ബറാഹിനുൽ ഇസ്ലാമിയ ഫീ റദ്ദി ശുബ്ഹത്തിൽ ഫാരിസിയ, അതിലെന്താ പറഞ്ഞത്? അന്നഹും ഹാദിറൂന, അവരവിടെ പ്രസന്റ് ആയിട്ടുള്ളവരാണ്, സന്നിഹിതരാണ്. ഫൽ മുഖാതബതു മിൻ ജിൻസിൽ ഖിതാബിൽ ഹയ്യിൽ ഹാദിർ, ഹാജറുള്ള ജീവനുള്ളവയോട് സംസാരിക്കുന്ന ഗുണത്തിലേ അത് വിടുകയുള്ളൂ.
നമ്മുടെ എടവണ്ണ ജാമിഅയിലൊക്കെ മുമ്പ് തൗഹീദ് പഠിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ബഷീറുസ് സഹ്സുവാനിയുടെ ഇന്ത്യൻ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ സിയാനത്തുൽ ഇൻസാൻ ഷെയ്ഖ് ദഹലാൻ എന്ന ലോക കുബൂരിക്ക് മറുപടി എഴുതിയതാണ്. അതിലെന്താ പറഞ്ഞത്? ഫീ നിദാഉൽ അഹ്യാ വതലബും മിൻഹും, ജീവനുള്ളവരെ വിളിക്കലാണ് അതിലുള്ളത്, അവരോട് ആവശ്യപ്പെടലാണുള്ളത്. മാ ഖദ്റൂന അലൈഹി, അവർക്ക് ചെയ്തു തരാൻ കഴിയുന്ന കാര്യം. അപ്പോ രണ്ട് നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ശബ്ദം കേൾക്കുന്ന പരിധിയിൽ അവിടെ പ്രസന്റ് ആയിട്ടുണ്ടാകണം. അതോടൊപ്പം അവർക്ക് ചെയ്തു തരാൻ കഴിയുന്ന കാര്യമാവും വേണം. എന്നാലേ എന്താവൂല, ശിർക്കാവൂല എന്നവർ പറഞ്ഞിട്ടുള്ളത്. അതാണ് അവരനുസരിച്ച് പ്രവർത്തിച്ചതും. പക്ഷെ ഹദീസ് ദഈഫാണ്, നമുക്കങ്ങനെ പ്രവർത്തിക്കാൻ പറ്റൂല. അവർ സഹീഹാന്ന് വിചാരിച്ചാണ്. ഒരു കാര്യം ഹറാമാണെന്ന് മനസ്സിലാകാതെ ഒരാൾ ചെയ്താൽ അയാൾ പടച്ചോന്റെ കുറ്റക്കാരനാണോ? അല്ല. അപ്പൊ ഹദീസ് സഹീഹാണെന്ന് വിചാരിച്ചവർ ചെയ്തു, പക്ഷെ അതിൽ ശിർക്കില്ല. സഹീഹാണെങ്കിൽ ശിർക്കുള്ള ഒരു കാര്യമാണെങ്കിൽ അവർ ചെയ്യൂല. കാരണം അത് പ്രാർത്ഥനയായിട്ട് അവർ മനസ്സിലാക്കിയിട്ടില്ല. അത് മാത്രം എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടാണ്. ശൈഖ് സുലൈമാൻ ഇബ്നു സഹ്മാൻ ഫീഹി നിദാഉൽ അഹ്യാ, അതിനിപ്പോ പറഞ്ഞെന്താ അറിയോ? ഈ 200 കൊല്ലത്തിലെ ആളുകളല്ലേ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ തൊബറാനി 200 കൊല്ലത്തിന്റെ അടുത്തുള്ള ആളാ. ഇമാം ബൈഹഖി അല്ലാദാബിൽ പറഞ്ഞത് 200 കൊല്ലത്തിന്റെ ആളാ. അവരൊക്കെ അത് പ്രവർത്തിച്ചു. ബൈഹഖി പറഞ്ഞു വഖദ് ജുർരിബ, ഇത് പ്രവർത്തിച്ച് ഫലം കണ്ടതാണ്. ഇമാം നബവി പറയാണ്, എന്റെ ഉസ്താദന്മാരിൽപ്പെട്ട പലർക്കും അത് അനുഭവമുണ്ട്, എനിക്ക് തന്നെ അനുഭവമുണ്ട് എന്ന് മൂപ്പര് പറയാണ്. അതിലൊരു റിപ്പോർട്ടിൽ അതാ ഉള്ളത്, നിങ്ങളെ മൃഗം ചാടിപ്പോയാൽ, മരുഭൂമിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയാൽ അള്ളാഹുവിന്റെ അടിമകളെ അതിനെ പിടിച്ചു വെക്കൂ എനിക്ക് വേണ്ടി എന്ന് പറയണം. അങ്ങനെ ഞാൻ പറഞ്ഞു. അത് മൂവാറ്റുപുഴ ചോദിച്ച സംഗതിയാ. അപ്പൊ ഇമാം നബവി ശിർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? എന്നിട്ട് പറഞ്ഞെന്താ അറിയോ? ഇമാമികളെ പല കൗലും നമ്മൾ തള്ളിയിട്ടില്ലേ. അങ്ങനെ തള്ളേണ്ട കാര്യം എന്താ ഇതിലുള്ളത്? ഹദീസ് ദഈഫാണ്, ഒരു സഹിയാന്ന് വിചാരിച്ചു. നമ്മൾ ഹദീസ് ദഈഫാന്നല്ലേ മനസ്സിലാക്കിയത്. നമ്മൾ അത് ചെയ്യാന്ന് പറയുന്നുണ്ടോ? ഉണ്ടോ? ഇമാം അഹ്മദ് ചെയ്തതുപോലെ ചെയ്യണം, ഇമാം നബവി ചെയ്തതുപോലെ ചെയ്യണം, ചെയ്യാവുന്നതാണെന്ന് പറയുന്നുണ്ടോ? ഇല്ല. പക്ഷെ അതിൽ ശിർക്കില്ല, അവിടെ പ്രാർത്ഥനയാകുന്നില്ല എന്ന കാര്യം അവരൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. വേണ്ട, ഇനി അബ്ദുറഹ്മാൻ സലഫി പറയുന്നത് കേട്ടോളി. അദ്ദേഹത്തോട് എടവണ്ണ ജാമിയയിൽ വെച്ച് ചോദിച്ചതാ. വിജനമായ സ്ഥലത്ത് നിന്ന് വിളിച്ചാൽ ജിന്ന് സഹായിക്കും എന്ന് വിശ്വസിക്കുന്നത് ശരിയാണോ? മടവൂരികൾ നമ്മളെ സംബന്ധിച്ച് ആദ്യമൊക്കെ നമ്മൾ മനുഷ്യ കഴിവിനപ്പുറം എന്നാണ് പ്രാർത്ഥനയ്ക്ക് നിർവചനം നൽകിയെങ്കിൽ ഈ ജിന്നിന്റെ വിഷയം വന്നതിന് ശേഷം മനുഷ്യ സൃഷ്ടികൾക്കപ്പുറം എന്ന് പറയുന്നുണ്ട്. ഈ വാദം ശരിയാണോ? അവർ ഉന്നയിക്കുന്നതിന് എന്താണ് മറുപടി പറയുക? നമ്മൾ ഉപയോഗിച്ച ഒരു വാചകവും തിരുത്തേണ്ട ആവശ്യമില്ല. ചില ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നലാണ്, പണ്ടത്തെ പ്രയോഗങ്ങളെക്കാൾ നല്ല ചില പുതിയ പ്രയോഗങ്ങൾ എന്നുള്ള നിലക്ക് ആരെങ്കിലും ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. മനുഷ്യ കഴിവിന് അതീതമായ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ ഒരു സൃഷ്ടിയാണ്. അപ്പൊ ഒരു മനുഷ്യനോട് അവന്റെ കഴിവിന് അതീതമായ കാര്യങ്ങൾ, ഇതുപോലെ ഏതൊരു സൃഷ്ടിയോടും ആ സൃഷ്ടിയുടെ കഴിവിന് അതീതമായ കാര്യങ്ങൾ ആവശ്യപ്പെടുക എന്നതുകൊണ്ടുള്ള വിവക്ഷ കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമായ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അതീതമായ കാര്യങ്ങളിൽ അവരോട് സഹായം ആവശ്യപ്പെടുക, പ്രാർത്ഥിക്കുക എന്നതാണ്. അതാണ് ശിർക്ക്. അപ്പൊ മുമ്പ് ഉപയോഗിച്ച വാചകങ്ങൾ തിരുത്തേണ്ടതോ അങ്ങനെ തിരുത്തുന്ന ഒരവസ്ഥയോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല. നമ്മളൊക്കെ എപ്പോഴും ആ പണ്ട് പറഞ്ഞ അതിനെ പറയാറുള്ളത്. അതിങ്ങനെ ആരെങ്കിലും എഴുതുമ്പോൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ ചില ആളുകൾ ഇത്തരം സംശയങ്ങളും ചോദ്യങ്ങളുമായിട്ട് കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കത് തിരുത്തേണ്ട ഒരാവശ്യമല്ല. ഇനിയിപ്പോ ഒരാൾ മനുഷ്യ കഴിവിന് അതീതമായ എന്നതിന് പകരം സൃഷ്ടികളുടെ കഴിവിന് അതീതമായ എന്ന് എഴുതി പോയാൽ ആദ്യം പറഞ്ഞത് തെറ്റും രണ്ടാമത്തേത് ശരിയും എന്ന് അതിന് അർത്ഥമില്ല. ഇതുകൊണ്ട് രണ്ടും പരസ്പര വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നുമില്ല എന്നതാണ്. മൂന്നാമത്തെ കാര്യം, ഒരു വിജനമായ സ്ഥലത്ത് ഒരാൾ ചെന്നുപെട്ടാൽ അവിടെ വല്ല ജിന്നുണ്ടോ എന്ന് അന്വേഷിച്ച് ചെന്നിട്ട് നിങ്ങൾ സഹായിക്കുമോ എന്ന് ചോദിക്കാൻ, മിൻ ഹൈസു ലാ തറൗനഹും ഇന്നഹു ഹുവ യറാക്കും വ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹുന്ന. നിങ്ങൾ നോക്കിയാൽ കാണൂലല്ലോ. നമ്മളിങ്ങനെ നോക്കിയാൽ കാണുന്ന ആളുകളല്ല അവർ. പിന്നെ ഒരു വിജനമായ സ്ഥലത്ത് ചെന്ന് നമ്മൾ വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ പ്രയോഗം ഒരാളുമില്ല, ഒരു മനുഷ്യനുമില്ല, വേറെ ഒന്നുമില്ല, ആരും കാണാത്തൊരു സന്ദർഭത്തിൽ
ഒരു ബേജാറാകുന്ന ഘട്ടത്തിൽ ഒരാൾ മണ്ടിയേരിയോ എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ ഇവിടെ നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ മണ്ടിയേരിയോ എന്ന് പറഞ്ഞാണ്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വരിക. അപ്പൊ അയാൾക്ക് ഒരു അപകടം വരികയാണ്. ആ സന്ദർഭത്തിൽ ഇങ്ങനെ വിളിച്ചാൽ അത് മലക്കിനെയാണ്, ഔലിയാക്കന്മാരെയാണ്, മരിച്ചോലെയാണ്, ജിന്നിനെയാണ്, ഷെയ്ത്താനെയാണ്, കുടുംബക്കാരെയാണ്, വാപ്പാനെയാണ്, ഉമ്മാനെയാണ്, ഇങ്ങനെ പലതും പലർക്കും വിചാരിക്കാം. ഈ വിളിച്ച ആളോ ആരാണ് എന്റെ വിളി കേൾക്കുന്നതും എന്നെ സഹായിക്കാൻ കഴിയുന്നതുമായിട്ടുള്ളത്, അവരെ സഹായം എനിക്ക് കിട്ടട്ടെ എന്നേ നേർക്ക് നേരെ അതിന് അർത്ഥമുള്ളൂ. സഹായം മനുഷ്യന് മലക്കുകളിൽ നിന്ന് സഹായം കിട്ടുന്നുണ്ട്. ഹഫലത്തിന്റെ സഹായം മനുഷ്യന് കിട്ടുന്നുണ്ട്. അത് ഹഫലത്തിനെ വിളിച്ചിങ്ങാട്ട് എന്നെ സഹായിക്കുമോ എന്ന് പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കും, സഹായം ചോദിക്കും ചെയ്തിട്ടല്ല അത് കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ ജിന്ന് വർഗത്തിൽപ്പെട്ട ആളുകളോട് ആ പറഞ്ഞ രീതിയിലേക്ക് പോകാനൊട്ട് പാടില്ല. മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളോട് അഭയം തേടാറുണ്ടായിരുന്നു, രക്ഷ തേടാറുണ്ടായിരുന്നു. ഫസാദൂഹും റഹഖ. അത് ഖുർആൻ എടുത്ത് വിമർശിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യാനും പാടില്ല. എന്നാൽ ഈ വിളിക്കുന്നത് ഇത് വല്ല ജിന്നും ഉണ്ടെങ്കിൽ ആ ജിന്ന് സഹായിക്കട്ടെ എന്നുള്ള നിലക്ക് ജിന്നിനോടാണ്. അങ്ങനെ നിയ്യത്ത് വെക്കാനൊക്കെ ആർക്കെങ്കിലും ഒഴിവുണ്ടാകുമോ? ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ പേടിയാണ് നേരത്ത് ജിന്നിനെ നിയ്യത്ത് വെച്ചിട്ട് ജിന്നിന്റെ സഹായം കിട്ടാൻ. അപ്പൊ അതൊക്കെ കുറച്ച് അതിശയോക്തിപരമായ പ്രയോഗങ്ങളും വ്യാഖ്യാനങ്ങളുമാണ്. ആ വിഷയത്തിൽ തന്നെ വന്ന ചില സ്ഖലിതങ്ങൾ ലേഖനത്തിൽ വന്നത് ആ ലേഖകൻ തന്നെ എഴുതിയ പ്രസിദ്ധീകരണത്തിൽ പിന്നീട് തിരുത്തിയിട്ടുമുണ്ട്. കണ്ടോ? ഇപ്പൊ എന്തേ ചോദിച്ചത്? പനസ്മോളി പറഞ്ഞത് കട്ടുമുറിച്ച ക്ലിപ്പാണ്. ഞങ്ങൾ ഫുൾ ക്ലിപ്പ് ഇടിയും. ആദ്യത് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഫറൂഖ് എന്നൊന്ന് നിഷേധിച്ചു നോക്കി. ഞാൻ പൊതുജീവിതം അവസാനിപ്പിക്കുന്നൊക്കെ പറഞ്ഞു. ഈ കുട്ടികളാണ് കൊണ്ടേ കൊടുത്ത് കൃത്യമായിട്ട് കൊടുത്തു. ചോദ്യം തന്നെ വിജനമായ സ്ഥലത്ത് ജിന്നിനെ വിളിക്കാൻ പറ്റുന്ന ചോദ്യം. എന്തേ ശിർക്കാണെന്നാണ് പറയുന്നത്. ജബ്ബാർ മൗലവി ഇത് എഴുതിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടായി പറയണത്. ഇപ്പൊ ഇത് ശിർക്കാന്ന് പറയണം, പറഞ്ഞില്ലെങ്കിൽ പുറത്താക്കുന്നതാണ്. എന്താ ഇദ്ദേഹം പറഞ്ഞില്ല? ശിർക്ക ഇങ്ങനെ ഉരുണ്ട് പറഞ്ഞ് ബാപ്പയാണ്, ഉമ്മയാണ്, മറ്റതാണ്, മറിച്ചതാണ്, ഇങ്ങനെ പരത്തി പറഞ്ഞ് ഉരുളണോ? അത് ശിർക്കാണ്, പാടില്ല. ഇസ്ലാം നിന്ന് പുറത്തു വന്ന് ഒറ്റ വാക്കാണ് പറഞ്ഞാ പോരെ. മൂപ്പര് പറഞ്ഞത് വന്നഹു കാന റിജാലും മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി. അവിടേക്ക് എത്താൻ പാടില്ല. അത് ശിർക്കൻ സഹായതേട്ടാണ്. ജാഹിലിയ്യ കാലത്ത് മനുഷ്യന്മാരിൽപ്പെട്ട ചില ആളുകൾ ചില വാദികളിലൂടെ പോകുമ്പോ അവിടുത്തെ ജിന്ന് നേതാവിനെ വിളിച്ച് അഭയം തേടിയിരുന്നു, അഭയതേട്ട പ്രാർത്ഥന നടത്തിയിരുന്നു. അവിടേക്ക് എത്താൻ പാടില്ല. അതല്ലേ മൂപ്പര പറഞ്ഞതിന്റെ അർത്ഥം? അപ്പൊ സുഹൃത്തുക്കളെ, ഇത് ആരെങ്കിലും ഒരാൾ പുതിയത് കൊണ്ടെന്നല്ല, പണ്ടേയുള്ള നമ്മുടെ ഒരു നിലപാടാണിത്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് അൽ കലിമു തയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ ഇദം ഫലത്തത്ത് 40 ഹദിക്കും മൃഗം ചാടിപ്പോയാലുള്ള അത് എടുത്തു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇബ്നുൽ ഖയ്യിം അൽ വാബിലു സയ്യിബിന് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ തൗഹീദിന് വേണ്ടി പ്രവർത്തിച്ചവരും തൗഹീദ് മനസ്സിലാക്കിയവരുമാണെന്നാണ് നമ്മൾ ഇത്രയും കാലം പറഞ്ഞിരുന്നത്. അവർക്കൊന്നും തൗഹീദ് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരുമായി ചില മസലകളിൽ തർക്കമുള്ളത് പോലെയല്ല ഇത് അടിസ്ഥാനപരമായ വിഷയമാണ്. ഒരു കാര്യം ഹറാമാണോ ഹലാലാണോ എന്ന് രണ്ട് പണ്ഡിതന്മാർ തമ്മിൽ തർക്കമുണ്ടായാൽ ഹറാമ് എന്ന് പറഞ്ഞോലും ഹലാല് പറഞ്ഞോളൂ ഇസ്ലാമിനുള്ളില. ഒന്ന് ശിർക്കും ഒന്ന് തൗഹീദും എന്ന് പറഞ്ഞാൽ ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് പുറത്താ. അങ്ങനത്തെ കാര്യം അത് വളരെ ഗൗരവമുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കണം. ഇനി സുഹൃത്തുക്കളെ, അബ്ദുൽ ജബ്ബാർ മൗലവി ഇത് എഴുതി. അബ്ദുൽ ജബ്ബാർ മൗലവിന്റെ അടുത്ത് ഉടനെ തന്നെ തിരുത്താൻ പോയി എന്നാണ്. ഹുസൈൻ സലഫി പോയി, അനസ് മൗലവി പോയി, പലരും പോയി. എന്നിട്ടോ എന്താ ഉണ്ടായത്? തിരുത്തിയോ? ജബ്ബാർ മൗലവി പറഞ്ഞു എനിക്ക് തിരുത്താൻ കഴിയില്ല, എന്നെ തിരുത്തേണ്ടതൊന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കുറച്ച് വിഷയം പറഞ്ഞെടുത്തപ്പോ അനസ് മൗലവി പറഞ്ഞു എനിക്കിപ്പോ മനസ്സിലായി, ഖഫാ തീർന്നു. പിന്നെ ഹുസൈൻ സലഫി പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അനസ് മൗലവി കുറച്ച് അപ്പുറത്ത് പോയിട്ട് മൗലവിന്റെ വീട്ടിൽ നോക്കിയ എയർപോർട്ടിൽ പ്ലെയിൻ പൊന്തുന്ന നേരെ കാണാം. അത് നോക്കി ഇങ്ങനെ നിൽക്കുക. പ്ലെയിൻ കാണാഞ്ഞിട്ടല്ല, ചർച്ച നമുക്ക് ഇനി ആവശ്യമല്ല, എനിക്ക് ഖഫാ തീർന്നു മൗലവി എന്ന് പറഞ്ഞു. ആര്? അനസ് മൗലവി. അതിന് പ്രാർത്ഥന അല്ലാന്ന് മൂപ്പർക്ക് മനസ്സിലായി. അവസാനം എന്തൊക്കെയാ പറയണെന്ന് അറിയങ്ങള്? രാവിലെ ചെന്നിട്ട് വൈകുന്നേരത്താ പോയത്. ഞാൻ ജബ്ബാറിന്റെ വീട്ടിൽ പോയി ചോദിച്ചു അങ്ങനെ ഉണ്ടായിണോ? അവര് ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് ഏതാണ്ട് 3 മണിക്കാ വന്നത് എന്നാ.
പിന്നെ നിങ്ങളെ കുപ്പായടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയപ്പോ ഒരു മകൻ ചാടി വീണിച്ച് കുമ്പസരിക്കാൻ കൊണ്ടുപോകണമെന്ന് പിന്നാക്കം വിളിച്ചു എന്നാണ്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല എന്നാ പറഞ്ഞത്. നോക്കി നിങ്ങൾ എന്താ നമ്മൾ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? എന്നിട്ട് തിരുത്തു കൊടുത്തു. തിരുത്താ കൊടുത്തത് അല്ല, വിശദീകരണ കൊടുത്തത്. അത് തിരുത്തല്ല എന്ന് അനസ് മൗലവി തന്നെ പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് പറയണത് ഞമ്മക്ക് അന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് ശിർക്കാണ്. എന്നാ പിന്നെ എന്നെ ന്യായീകരിക്കണോ? അനസ് മൗലവി ന്യായീകരിച്ചേ കേട്ടോളൂ നിങ്ങള്. ഇയാൾ ഒരു വലിയ കളവ്, ഒരു വലിയ ബെഡായി. എന്താ ബെഡായി എന്നറിയോ? കേട്ടോളൂ, അദ്ദേഹം ഒരു വലിയ ബെഡായി പറയാൻ. മുജാഹിദ് പ്രസ്ഥാനം രാത്രി മാത്രമേ പകലും ജിന്നിനോട് സഹായം ചോദിക്കാനാണ്, പിശാചിനോട് ചോദിക്കാന്ന് പറയുന്നത്. ഇവർ പറയുന്നത് വിജനമായ മരുഭൂമിയിൽ ഒരാൾ അകപ്പെട്ടു. മരുഭൂമി എന്ന വലിയ കേസാണ്. നമ്മുടെ നാടിനെ മാറിയ മരുഭൂമിയിൽ അകപ്പെട്ടാൽ വഴി അറിയില്ലെങ്കിൽ ഒരു രക്ഷയില്ല, മരിച്ചു പോകുന്നേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ മരുഭൂമി ചുട്ടുപൊള്ളുന്ന മണൽക്കാടാണ്. ഒരു ആരും തുണക്കുണ്ടാവില്ല, റോഡും ഇല്ല, വഴിയില്ല, മനുഷ്യന്മാരില്ലാത്ത വിജനമായ പ്രദേശം. റോഡ് അറിഞ്ഞില്ലെങ്കിൽ, വഴി അറിഞ്ഞില്ലെങ്കിൽ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അങ്ങനെ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ തൽക്കാലം സഹായം കിട്ടണമെങ്കിൽ പണ്ടൊക്കെ മുജാഹിദ് പറഞ്ഞ അള്ളഹാനോടല്ല മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ലതാ. ഇപ്പൊ പറഞ്ഞത് അള്ളഹാനോടും പ്രാർത്ഥിക്കാം, ജിന്നിനോടും പ്രാർത്ഥിക്കാം, പിശാചിനോടും പ്രാർത്ഥിക്കാം, മഹാത്മാക്കളോട് പാടില്ല എന്ന് മാത്രമേ ഇപ്പൊ പറയുള്ളൂ. കളവ്. ഒരു വാചകത്തിന്റെ തുണ്ടുധരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, ജിന്നിനോട് പ്രാർത്ഥിക്കാം, പിശാചിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ വാചകത്തിന് ഒരു തുണ്ട് തെളിവ് ധരിക്കാൻ നിങ്ങൾക്ക് കഴിയോ? അതോട്ട് ഇങ്ങനെ നടക്കരുത്. വല്ലാണ്ട് കളവേ പറയൂ, അതേ ശീലിച്ചിട്ടുള്ളൂ. ആ നിർബന്ധമായി മറ്റുള്ളവർ സ്വീകരിക്കണം. ആ നിലപാട് ശരിയല്ല. ഒരു വാചകത്തിന്റെ തുണ്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് മുജാഹിദുകൾ പറഞ്ഞത്രേ. അങ്ങനെ വാദിക്കണത്രേ. ശൈത്താനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അത്രേ. നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? ഇല്ല. എന്റെ മൂപ്പര് ഇത് പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നത് കേട്ടോളൂ. ഉദ്ധരിക്കുന്ന വാചകം എന്താ കേട്ടോളൂ. പറഞ്ഞെന്താ വെച്ചാല് അപ്പൊ കുടുങ്ങിയാണെങ്കിൽ ജിന്നിനോട് ചോദിച്ചോളും. ജിന്ന് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്, പിശാച്ച് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയുടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, മനുഷ്യൻ, മലക്ക്, ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല. അതുകൊണ്ട് അത് ശിർക്കല്ല. ഇവർ പറയുന്നത് ഈ വഴിയറിയാതെ വിഷമിക്കുന്ന വിജനമായ മരുഭൂമിയിലെ മുസ്ലിം സഹോദരനെ പിശാചിനോട് വഴി കാണിച്ചു തരാൻ, ജിന്നിനോട് വഴി കാണിച്ചു തരാൻ ആവശ്യപ്പെടാതെ പറയുന്നത്. കണ്ടോ? ആ വാചകം കോട്ടിവാട്ടാണ് അദ്ദേഹം. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിന് അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അബൗദികം എന്ന് പറഞ്ഞാൽ എന്താണ്, മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒയ്ബിയായത് എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഒരു വാചകം കിട്ടിയതുപോലെ ഇത് എത്ര കൊല്ലം മുമ്പ് മുജാഹിദിൽ കൃത്യമായി ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? ഇവര് പണ്ടേ ചോദിക്കണ്ടേ? പണ്ടേ ഇവര് ചോദിക്കാണ്ട് ഈ ചോദ്യം എന്ത്? യാ ഇബാദല്ലാ എന്നില്ലേ മറിയ ഹാജറ ബീവി. ആ ഹാജറ ബീവി ഇതാ ആ സഭയുടെയും മർവയിലും ഇടപെടപ്പെട്ടപ്പോ ജിബ്രീൽ അവിടെ വന്ന് നിന്നപ്പോ അയ്സ് അയ്സ് എന്ന് ചോദിച്ചില്ലേ? അയ്സ് അയ്സ് എന്ന് ചോദിച്ചില്ലേ? അന്ന് മുതൽ മുജാഹിദിൽ മറുപടി പറയാം. വീണ്ടും ഇവർ ചോദിക്കും, സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്നുകൾ ഉണ്ടായിരുന്നില്ലേ? സുലൈമാൻ നബി ചോദിച്ചില്ലേ അവരോട്, അയ്യുക്കും ആരാണ് അർസിങ് കൊണ്ടുവരിക എന്ന് ചോദിച്ചില്ലേ? ഇവര് പണ്ടേ ചോദിക്കണേ. അന്ന് മുതൽ മുജാഹിദിൽ മറുപടി ഉണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മാത്രല്ല, അന്ന് ശബാബിൽ ഒന്നൊരു ചോദ്യമുണ്ട്, ഇതേ ചോദ്യം തന്നെ. 1983 ആ കാലയളവ്, 90-ഇടയിലുള്ള കാലയളവിൽ ശബാബിൽ വന്ന ചോദ്യം. ആ ചോദ്യോത്തരം തൗഹീദ്, പ്രാർത്ഥന, തൗഹീദ്, ചോദ്യങ്ങൾക്ക് മറുപടി എന്ന യുവത പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഇപ്പോഴും വിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്ന പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കുക, അവിടെയുണ്ട് ഇത്. ഈ വാചകം കേട്ടോളൂ. ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്. ഖുറാഫിയുടെ ചോദ്യത്തിന് മറുപടി പറയാ. ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്. അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്നു. അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. ഇനി അടുത്ത വാചകം കേട്ടോ. എന്നാൽ അദ്ദേഹം ജിന്നിനോട് പ്രാർത്ഥിച്ചുവെന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. അടുത്ത വാചകം കേട്ടോ. അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള
ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. ഇത് ശബാബിനും കൃത്യമായി മുമ്പെഴുതിയതാ. ആ ചോദ്യോത്തരം തന്നെ യുവത പ്രസിദ്ധീകരിക്കുന്ന പ്രാർത്ഥന തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി ഇന്നും ബുക്ക് സ്റ്റാളിൽ ചെന്നാൽ കിട്ടും. അതിൽ വരെ മുജാഹിദിൽ കൃത്യം ഞാൻ നേരത്തെ വായിച്ചതാണ്. ഇതിപ്പോ ആർക്ക് മറുപടി അറിയോ? മൂപ്പരിക്കന്നുള്ള മറുപടിയാണ്. ഇപ്പൊ അനസ് മൗലവിക്ക് മറുപടി പറയാണ്. ഇപ്പോ ഈ ഓതിയ ആയത്തും ഈ പറഞ്ഞ തത്വമൊക്കെ ഇപ്പൊ വിഴുങ്ങേണ്ടി വന്നില്ലേ? അല്ലേ? സുലൈമാൻ നബിന്റെ കാര്യം വിഴുങ്ങേണ്ടി വന്നില്ലേ? ഹാജറ ബീവിന്റെ കാര്യം വിഴുങ്ങേണ്ടി വന്നില്ലേ? മറഞ്ഞ വഴിയും തെളിഞ്ഞ വഴി ഇപ്പൊ ഇങ്ങക്ക് തന്നെ തിരിയാണ്ടായില്ലേ? അനസ് മൗലവി മുജാഹിദായ കാലത്ത് മൂപ്പര് പ്രസംഗിച്ചാൽ 2012 അബ്ദുറഹ്മാൻ സലഫി അബ്ദുസലാം സുല്ലമിയിൽ നിന്നും കടന്നുപിടുത്തിട്ടുള്ള തൗഹീദ് 2012 അതിപ്പോ ശിർക്കാണ്. തൗഹീദ് 2012 എന്ന് അബ്ദുസലാം സുല്ലമി ഇത് കടമെടുത്തത്. എന്നിട്ട് കുമ്പസരിച്ചാ തീരുത്? ഇത് കുമ്പസരിച്ചാ തീരൂല. കാരണം എന്താ അറിയോ? ഇത് ആ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന തത്വമാണ് പറഞ്ഞ്. അത് പ്രാർത്ഥനയല്ല. നമ്മൾ പണ്ടേ പറഞ്ഞതാണ് ഹാജറ ബീവിയുടെ സംഭവം. ജബ്ബാർ മൗലവി ഇത് എടുത്തു കൊടുത്ത ഉടനെ തന്നെ പറഞ്ഞ എന്താണെന്നറിയോ? ഇക്കാര്യം എടവണ്ണ സുല്ലമിയും അംഗീകരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. നെല്ലിക്കുത്തുമുസ്യാർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് തൗഹീദ് സമഗ്ര വിശകലനം എന്ന പുസ്തകത്തിൽ സുല്ലമി തന്നെ പറയുന്നത് കാണുക. മുസ്ലിയാർ എഴുതുന്നു, ഇതുപോലെ ഇറ്റു കുളിർവെള്ളത്തിന് വേണ്ടി ദാഹിച്ച അവശയായ ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ വിജനമായ സഫാ മറുവക്കടയിൽ ഓടിക്കൊണ്ടിരുന്ന അവസരത്തിൽ മഹദി ഒരു അശരീരി കേൾക്കുകയും അന്നേരം നിനക്ക് സഹായിക്കാൻ കഴിയും, എന്നെ സഹായിക്കൂ ബുഖാരി എന്ന് പറയുകയും ചെയ്തു. തൗഹീദ് സമഗ്ര പഠനം പേജ് 345 നെല്ലിക്കുത്തിന്റെ ബുക്ക് സുല്ലമി ഉദ്ധരിക്കാം. ഈ സുല്ലമിന്റെ മറുപടി കേട്ടോളി. അദൃശ്യമാർഗത്തിലൂടെ സഹായം ചോദിക്കുക എന്നതിന്റെ വിവക്ഷ മുസ്ലിയാക്കന്മാർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ബാലിശമായി വാദം ഉന്നയിച്ചിരിക്കുന്നത്. ഹാജറ ബീവിയുടെ സദസ്സിൽ ജിബ്രീൽ ഹാജറായി ശബ്ദം പുറപ്പെടുവിച്ചപ്പോൾ മലക്കാണെന്ന് വ്യക്തമായ ഹാജറ ബീവി അദ്ദേഹത്തോട് സഹായം ചോദിച്ചത് അദൃശ്യമാർഗത്തിലൂടെ സഹായമായി മുസ്ലിയാർ കാണുകയാണെങ്കിൽ ഒരു മതിലിനപ്പുറത്തൊരാൾ സഹായം ചോദിക്കുക, കത്തിലൂടെയോ ഫോണിലൂടെയോ ഒരു വിരിയുടെ പിന്നിലൂടെയോ സഹായം ചോദിക്കുക മുതലായവയും തെളിവായി ഉദ്ധരിക്കാവുന്നതാണ്. പാവം, കഷ്ടം. കണ്ടോ? അപ്പൊ പണ്ടേ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യമാണ്. ഹാജറ ബീവി സഫാ മറുവ കടയിലൂടെ ഓടി, കുട്ടിക്ക് വെള്ളത്തിന് വേണ്ടി, ആരെയും കാണുന്നില്ല. അശരീരി കേട്ടു. ശരീരമില്ലാത്ത ഒച്ച, അതിന് അശരീരി അറിയാം. ആളെ കാണില്ല, ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പൊ ഒച്ചയോട് പറഞ്ഞു, ഇയാൾ സദസ്സിൽ ഹാജറായി ശബ്ദം പുറപ്പെടുക, ഇയാളെ വകേ ഹദീസ്നാ ഒന്നും കിട്ടൂല. അസ്മഅത, നീ ശബ്ദം കേൾപ്പിച്ചല്ലോ, ആ ശബ്ദത്തിന്റെ ഉടമയോടാ പറഞ്ഞ അഗീസ്, നീ സഹായിക്ക്. അപ്പോ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ മറഞ്ഞ ആളുകളോട് സഹായം ചോദിക്കലല്ലേ എന്ന് ചോദിച്ചപ്പോ നമ്മൾ പറഞ്ഞു കൊടുത്തു, ഇല്ല, അത് മറഞ്ഞതല്ല, അവിടെ പ്രസൻസ് ഉണ്ട്, സാന്നിധ്യം ഉണ്ട് എന്ന് ശബ്ദം കേട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ്. വ്യക്തമായി ഹാജറ ബീവി സംഭവം ഉദ്ധരിച്ച് നമ്മൾ മറുപടി കൊടുത്തു. അപ്പൊ പ്രാർത്ഥനയാകുന്നത് എങ്ങനെ, പ്രാർത്ഥനയാകാത്തത് എങ്ങനെ? ഇതിൽ പ്രാർത്ഥനയാകുന്നില്ല എന്ന് വ്യക്തമായി നമ്മൾ മറുപടി കൊടുത്തതാണ്. ഇത് ജബ്ബാർ വഴി ഇത് പറയുന്നതിന് മുമ്പ് വേറൊരു വാചകം പറഞ്ഞിട്ടുണ്ട്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല, തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽപ്പെടാത്തത് തേടുകയോ അല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. ഇത് സാധാരണ സഹായാർത്ഥന്റെ ഗണത്തിലേ വരുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ശിർക്ക് വരൂല. അഭൗതികമായ സഹായ തേട്ടം അതിൽ വരുന്നില്ല. പക്ഷെ അങ്ങനെ സമ്പ്രദായ ഇസ്ലാമിലുണ്ടോ? ഇല്ല. ഈ ദുർബല ഹദീസിന്റെ പേരിൽ നമുക്ക് അങ്ങനെ അമൽ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഇരുട്ടത്ത് ഇങ്ങനെ പോകുമ്പോ ശബ്ദം കേട്ടാൽ അത് ജിന്നായിരിക്കാം എന്ന് വിചാരിച്ച് സഹായം ചോദിക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? നബിയോ സഹാബത്തോ അങ്ങനെ കാണിച്ചു തന്നിട്ടില്ല. അത് ശിർക്കിലേക്കുള്ള വസീലയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ കാര്യം കൃത്യമായി പറഞ്ഞത്. ഇനി സുഹൃത്തുക്കളെ, അബ്ദുറഹ്മാൻ സലഫി തന്നെ 2009 ഇദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിച്ചു. അപ്പൊ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ മറുപടി പറഞ്ഞ ക്ലിപ്പ് ഇവിടെ ഉണ്ട്. അതിന് 1-2 കാര്യം കൂടി പറയട്ടെ. നമ്മളെ ചില ആളുകൾ ചോദിക്കാണ്, ഇത് ലൈഫായ ഹദീസാന്ന് പറഞ്ഞാൽ നിർത്തിയാ പോരെ, പിന്നെ സഹീഹാണെങ്കിൽ എന്നൊക്കെ എന്തിനാ പറയണേ? അങ്ങനത്തെ വിശദാംശത്തേക്ക് പോകണം എന്തിനാ? സഹീഹാണെങ്കിൽ എന്ന് പറയാൻ 2 കാരണമുണ്ട്. ഇത് സഹീഹാണെന്ന് മനസ്സിലാക്കിയ മുൻഗാമികളായ പണ്ഡിതന്മാരുണ്ട്.
അതനുസരിച്ച് അമൽ ചെയ്തോലുണ്ട്. അപ്പൊ നമ്മൾ അത് പറഞ്ഞില്ലെങ്കിൽ മുസ്ലിയാർ അടുത്ത ചോദ്യം എന്തായിരിക്കും? ഓ ലൈഫാണില്ലേ, എന്നാൽ ഇന്നാലിന്റെ മഹാൻ സഹിയാണെന്ന് പറഞ്ഞിട്ടില്ലേ, അദ്ദേഹം അതുകൊണ്ട് അമൽ ചെയ്തിട്ടില്ലേ, അവർക്ക് തൗഹീദ് തിരിഞ്ഞില്ലേ? ആ വേരറുക്കാൻ വേണ്ടിയാണ് ഇനി സഹിയാണെങ്കിൽ തന്നെ നമ്മൾ തമ്മിൽ തർക്കമുള്ള ഇസ്തിഗാസ അതിലില്ല. ഇമാമിങ്ങൾ വിളിച്ചായിരിക്കും കൊണ്ടുവരാൻ നമുക്കറിയാം. അപ്പൊ അത് ഇമാമിങ്ങൾ വിളിച്ചത് നിങ്ങൾ ഈ ചെയ്യുന്ന തരത്തിലുള്ള ഇസ്തിഗാസ അല്ല എന്ന് വ്യക്തമായി പറയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ ഒരു പുതിയ വാദവും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല, ഒരു കൺഫ്യൂഷനും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. കൺഫ്യൂഷൻ മുഴുവൻ ഈ മൂവർ സംഘം തൗഹീദ് 2012 സലാം സുല്ലമീന്ന് കടമെടുത്തതോടുകൂടി ഉണ്ടായതാണ്. അല്ലാത്തൊരു കൺഫ്യൂഷനും യഥാർത്ഥത്തിൽ ഇവിടെ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് 2007 ജബ്ബാർ മോലി എഴുതിയപ്പോ മടവൂരികൾ ചാടിക്കൊത്തി. അപ്പൊ നമ്മൾ ശബാബ് കൊണ്ട് മറുപടി കൊടുത്തു, ഉത്തരം മുട്ടിപ്പോയി. അപ്പൊ ഖുബൂരികൾ ഏറ്റെടുത്തു. ഖുബൂരികൾ ഏറ്റെടുത്തപ്പോ നമ്മൾ എല്ലാരും കൂടി മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞു, അനസ് പറഞ്ഞു, അനീഫ് പറഞ്ഞു, സലഫി പറഞ്ഞു, എല്ലാരും പറഞ്ഞു അതിൽ പ്രാർത്ഥന അല്ല, ശിർക്കല്ല. അന്ന് നമുക്ക് തൗഹീദ് തിരിയാത്ത കാലായിരുന്നോ? തിരുത്തി തരാൻ ആരുണ്ടായിരുന്നില്ലേ? ഇവിടെ എ പി ഉണ്ടായിരുന്നില്ലേ? അലി ക്രോലി ഉണ്ടായിരുന്നില്ലേ? ആരൊക്കെ ഉണ്ടായിരുന്നു? ഇവരാരെങ്കിലും പറഞ്ഞു തന്ന മക്കളെ ഇത് ശിർക്കാണെന്ന്? അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ഇതല്ല. എന്നിട്ടിപ്പോ എനിക്കതിൽ കുറ്റപത്രത്തിന്റെ കാര്യം എന്താ അറിയോ? ഞാൻ റമദാനിന് നിബന്ധന ഒപ്പിടാതെ പോന്നല്ലോ. അപ്പൊ പോഷക ഘടകങ്ങളെ പരിപാടിയിലൊന്നും പങ്കെടുക്കാൻ പാടില്ല, വിലക്ക് നീങ്ങുന്നത്. അപ്പോ ചെലൂരിലുള്ള ഒരു ട്രസ്റ്റ് അവരെ പള്ളിയിൽ ഒരു റമദാൻ ക്ലാസ് വെച്ചപ്പോ ഞാൻ അവിടെ പോയി പ്രസംഗിച്ചു തിരുത്തപ്പെടേണ്ട ധാരണകൾ. അതിന് ഞാൻ ഭരണസമിതിയുടെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? ഈ പറഞ്ഞത് പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് കേട്ടോളിയും. ചെലൂരിൽ ഞാൻ പറഞ്ഞതെന്ന് കേട്ടോളിയും. ജിന്നിനെ വിളിച്ച് സഹായം ചോദിക്കാം